നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രിയ, അവിടുന്ന് കുറച്ച് ജീരകം എടുത്തേ. വേണമെങ്കിൽ വന്ന് എടുത്താ മതി. ഞാൻ ഈ അടുക്കള കിടന്ന് തീയും പുകയും കൊള്ളേണ്ടവളൊന്നും അല്ല. എന്റെ ഒരു കാര്യം മാറും. നല്ല മണം വരുന്നുണ്ടല്ലോ പത്മിനി. ഇന്ന് എന്താ സ്പെഷ്യല്? അറിയില്ലമ്മേ, വാ നമുക്ക് നോക്കാം. ചേച്ചി അതിങ്ങടുത്തേ, ഇത് പിടിച്ചേ. എന്താ? പിടിച്ചു പിടിച്ചു. ആഹാ, ഇതെന്താ ഇത്? ഞാൻ കരുതി രാധികമോളാവും പാചകം ചെയ്യുന്നേന്ന്. ചേച്ചിക്ക് അതിന് വീഡിയോ ഒന്ന് കണ്ടെടുക്കാൻ നേരം കിട്ടിയിട്ട് വേണ്ടേ? എത്ര നേരം ഇതിങ്ങനെ കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ആ, ഇത് തന്നെ വീട്ടിൽ വെച്ച് ഫോൺ എടുക്കാൻ മുത്തശ്ശി സമ്മതിക്കാത്തത്. കൈ കിട്ടിയ പിന്നെ എല്ലാം മറന്നെങ്കി ഇരുന്നോളൂ. അത് മുത്തശ്ശി ഒന്നും പറയണ്ട. ഇതൊന്നും കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് ചേർന്നതൊന്നും അല്ല. അമ്മേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മുത്തശ്ശി ഒന്ന് ടേസ്റ്റ് ചെയ്തേ. നന്നായിട്ടുണ്ട് മോളെ, നല്ല കൈപുണ്യം. അതെ, മുത്തശ്ശി എന്തൊന്നും പറയാത്ത? ഇതിനേക്കാൾ കേമമായിട്ട് ഈ കറി വയ്ക്കാൻ പറ്റില്ല. കേട്ടോ മോളെ, മുത്തശ്ശി ഇങ്ങനൊരു അഭിപ്രായം പറയാന്ന് വെച്ചാ മോള് ജയിച്ചു എന്നാ അർത്ഥം. ആ, കറികളൊക്കെ പ്രിയങ്ക വച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ കുട്ടി ഇവിടെ നിൽക്കുന്നേ? പൊയ്ക്കോളൂ. മോളെ, കറിയൊക്കെ ഇത് മതി മോളെ. ഇനി മുതൽ എല്ലാവർക്കും എപ്പോഴും വെച്ച് വിളമ്പണം. അച്ഛൻ പറയുന്നത് പോലെ വയറ് നിറയുമ്പോ മനസ്സും നിറയും, അല്ലേ അമ്മ? മുത്തശ്ശി അത് ഒന്നും പറയണ്ട. അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട. അനുജത്തി കേമിയ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാമെന്നാ അവള് കരുതിയിരിക്കുന്നെ. സമയം വരുമ്പോ മുത്തശ്ശി തന്നെ ആ തോന്നല് മാറ്റി കൊടുത്തോളാം. നാവിൻ തുമ്പിലെ രസത്തീന്നറിയാം അത് നിന്റെ കൈപ്പുണ്യാണെന്ന്. വിഷമിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.